ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നീരജ്. തുടരും എന്ന സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എ ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ. അതാണ് ഈ സിനിമയ്ക്ക് ചേരുന്ന കൃത്യമായിട്ടുള്ള ഒരു വാക്ക്. ആസ് എ ഫാൻ ബോയ് എന്ന നിലയിൽ തരുൺ മൂർത്തി എന്താണോ ലാലേട്ടനിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് വളരെ നീറ്റ് ആൻഡ് വെടിപ്പായിട്ട് തന്നിട്ടുണ്ട്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം അടുത്തിറങ്ങിയ ബാക്കി എല്ലാ പടങ്ങളും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാലേട്ടൻ വേണം എന്നാഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ മിസ്സായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ അതിനെ ചെയ്തു വെക്കുന്ന രീതി, അതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു ഷൺമുഖം എന്ന് പറയുന്ന ക്യാരക്ടറിനെ, ലാലേട്ടാ ഇതാണ് ക്യാരക്ടറിൻ്റെ പേര്, ഇന്നതാണ് രംഗം, ഇങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ ഒരു രീതി വരുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ക്യാമറയുടെ മുമ്പിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തതാണ്. ബാക്കി പുള്ളി അങ്ങ് അർമാദിച്ചിട്ടുണ്ട്. അത്രത്തോളം പെർഫോമൻസ് ചെയ്യാനുണ്ട് ഈ സിനിമയിൽ ലാലേട്ടൻ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ എംപുരാൻ എന്ന സിനിമയിൽ നമുക്കറിയാം ലാലേട്ടൻ ഈ പെർഫോമൻസ് ചെയ്യാനുള്ള ഘടകങ്ങൾ കുറവായിരുന്നു. പക്ഷെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ അങ്ങേര് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെയും ശോഭന, ഇവരുടെ കോംബോ നമുക്കറിയാം. നമ്മൾ പണ്ട് ഒരുപാട് സിനിമകൾ കണ്ടാണ്. സോ വീണ്ടും അവർ വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരുപാടായിരുന്നു. ഈ സിനിമക്ക് ഓവർ ഹൈപ്പ് കയറിയിട്ടില്ല. കാരണം തരുൺ മൂർത്തി ഹൈപ്പ് കൊടുക്കാൻ നിൽക്കാറില്ല പൊതുവെ. ഒരു ചെറിയ സിനിമ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ്, ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഐറ്റംസ് പറഞ്ഞത് ചെറുതൊന്നുമല്ല. അത് സ്ക്രീൻ പ്ലേ ആണ്. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ട്വിസ്റ്റാണ്. ഒരിടത്ത് പോലും നമുക്ക് ലാഗ് വരില്ല. അടുത്തത് എന്താണ് സംഭവിക്കുക എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ നമ്മളിങ്ങനെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അതാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടൻ ഓഫ് കോഴ്സ് കിടലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭന മാം, അറിയാലോ, നാളുകൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ വരുന്നത് ലാലേട്ടൻ്റെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് ക്യാരക്ടർ ഉണ്ട് കേട്ടോ. പിന്നെ ബിനു പപ്പു, തരുൺ മൂർത്തിയുടെ കൂടെ എല്ലാ സിനിമകളിലും ബിനു പപ്പു ഉണ്ടാവും, നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നു പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ള പെർഫോമൻസുകളിൽ വെച്ചിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് അത്. ബിനു പപ്പു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ബിനു പപ്പിന് ഇത്തരം ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നെഗറ്റീവ് ഷെയ്ഡ്സുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. അതിൽ എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, പ്രകാശ് വർമ്മ. എൻ്റെ മോനെ, അതായത് നായകനും വില്ലനും ഒപ്പത്തിനൊപ്പം എന്ന് പറയാറില്ലേ, അടുത്തിടറങ്ങിയ ബാക്കി എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ലാലേട്ടന് പറ്റിയ ഒരു എതിരാളി തന്നെയാണ് ഈ ഒരു മനുഷ്യൻ. എച്ചാതി പെർഫോമൻസാന്ന് അറിയോ. പല സ്ഥലത്തും ലാലേട്ടനെക്കാളും സ്കോർ ചെയ്യുന്ന പോലെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്, അത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ലെവല് എൻ്റെ മോനെ, അത് കട്ടക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പടങ്ങളിൽ ഞാൻ പുള്ളിനെ കണ്ടിട്ടില്ല. കാരണം ഇൻട്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മച്ചാൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ DOP, എഡിറ്റിങ്, കളറിങ്, കട്ട്സ്, BGM, ജെക്സ് ബിജോയുടെ BGM, അയ്യോ ഒരു രക്ഷയില്ല. പിന്നെ ഓഡിയോഗ്രാഫി, വിഷ്ണു വിജയുടെ ഓഡിയോഗ്രാഫി, അമ്മാതിരി സാധനം. കാരണം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് വേറെ ലെവൽ എഫക്റ്റാണ്, സത്യം പറയാലോ. ഈ സിനിമ ഏതൊരു കുടുംബ പ്രേക്ഷകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഏജ് കാറ്റഗറി ആയിക്കോട്ടെ, ഫാമിലി ഓഡിയൻസ് ആയിക്കോട്ടെ, ഒരു പക്ക മോഹൻലാൽ ഫാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാലേട്ടൻ സിനിമകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരാൾക്കും വളരെ സാറ്റിസ്ഫാക്ഷനോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. 100% ഞാൻ പറയുകയാണ്. എനിക്കിതിൽ എവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടില്ല. ഇനി പറഞ്ഞ ലാഗോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഈ സിനിമയുടെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തരുൺ മൂർത്തി എന്ന് പറഞ്ഞ സംവിധായകൻ ലാലേട്ടനിലൂടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി മാത്രമാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ഇതിൻ്റെ റിവ്യൂ പോലും ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് സിനിമ കാണാൻ മാത്രമാണ് പോയത്. എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും മുകളിലേക്ക് എനിക്ക് ഈ സിനിമ തന്നിട്ടുണ്ട്, സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഓക്കെ, സോ എല്ലാവരും ഒരേപോലെ കിടലിനായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്ത സിനിമയാണ്. സോ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. എന്തായാലും പോയിട്ട് കാണുക. ലാലേട്ടൻ്റെ സിനിമ തുടരും, തിയേറ്ററിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ലൊരു മെഗാ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുതിയ വീഡിയോകളുമായിട്ട് ഞാനും വീണ്ടും തുടരും. കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും
വണക്കം.